പരിപാടി ആരംഭിക്കുകയാണ്. ഭഗവാന്റെ സന്നിധിയിൽ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ ഭക്തരെയും ആശ്രമത്തിന് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ സത്സംഗ സമ്മേളനത്തിൽ ശ്രീനാരായണ ഗുരുദേവ ദർശനങ്ങളെ കുറിച്ച് പ്രഭാഷണം നടത്തുന്നത് കോലത്തുകര ഗുരുദർശന പഠന കേന്ദ്രത്തിന്റെ ചെയർപേഴ്സൺ ശ്രീമതി രാജലക്ഷ്മി അജയനാണ്. ഭക്തരില്ലാത്ത ഒരു സാഹചര്യവും കൂടിയുണ്ട്. എന്തായാലും നമുക്കത് എത്ര വലിയ വിഷമസന്ധിയിലായാലും അത് തുടരുവാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. പക്ഷെ ഭഗവാൻ നമുക്ക് എപ്പോഴും അത്തരം സന്ദർഭങ്ങളിലെല്ലാം തുണയായിട്ടുണ്ട് എന്നുള്ളതൊരു സത്യമായിട്ടുള്ള കാര്യമാണ്. ഭഗവാനെ മുൻനിർത്തിയുള്ള ആ പ്രയാണം ആരംഭിക്കുകയാണ്. നമുക്ക് ഇനിയും ഒട്ടേറെ കാര്യങ്ങളോട് ചെയ്തു തീർക്കുവാനുണ്ട്. നമ്മുടെ സഹോദരിമാരാണ് അതിന് പിന്തുണ, അതിനുള്ള ഒരു ഊർജമായി നിൽക്കുന്നത്. എല്ലാ കാര്യങ്ങളിലും അവരോടൊപ്പം നിന്നുകൊണ്ട് ചിറകിൻ യൂണിയന്റെ എല്ലാ തരത്തിലുമുള്ള സഹായങ്ങൾ അവർക്ക് നൽകും എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഭഗവാന്റെ കാരുണ്യത്തിന് വേണ്ടി നമുക്കറിയാം, ഇന്ന് ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളുടെ അഭിലാഷമനുസരിച്ച് നിർമ്മിച്ചിട്ടുള്ള ഒരു ശ്രീകോവിലാണ് ഇവിടെ ഉള്ളത്. അത് ജീർണതയുടെ ഒരു തുടക്കത്തിൽ ആയിരിക്കുകയാണ്. അപ്പൊ അതും നമുക്ക് ശരിയാക്കിക്കൊണ്ട് അതിന് നിങ്ങളുടെ മനസ്സാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. പണം നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും സ്വരൂപിക്കാം എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. പക്ഷെ നമ്മുടെ മനസ്സ്, നമ്മുടെ സഹായം, ഇതിനു വേണ്ടി നിൽക്കുന്ന ഒരുപിടി വനിതകൾ, അവരെല്ലാം മനസ്സുകൊണ്ടും ആത്മാർപ്പണം കൊണ്ടും അവരെ സഹായിക്കേണ്ട ഒരു ഘട്ടം നമുക്കുണ്ട്. വരുന്ന മേയിൽ നമ്മുടെ ഈ ആശ്രമത്തിന്റെ പ്രതിഷ്ഠാ വാർഷികം നടക്കുമ്പോൾ അന്ന് തൊട്ട് തുടങ്ങുവാനുള്ള ഒരു ശ്രമത്തിലാണ് ഞങ്ങളും നിൽക്കുന്നത്. ഇതിന്റെ ക്ഷേത്രത്തിന്റെ തന്ത്രികളെ കൊണ്ടുവന്ന് അതിന്റെ കാര്യങ്ങളെല്ലാം, അതിന്റെ പ്രാഥമിക ചടങ്ങുകൾ നടത്തുവാനുള്ള ഒരു ശ്രമത്തിൽ ഞങ്ങൾ നടക്കുകയാണ്. അപ്പൊ അതിനെല്ലാം നിങ്ങളുടെ കൂട്ടായ സഹായത്തിലുപരി നിങ്ങളുടെ മനസ്സ് ഉണ്ടാവണം. യഥാർത്ഥത്തിൽ ഭഗവാൻ ഇവിടെ പൂർണ്ണ മനസ്സോടുകൂടി ഇവിടെ ഇരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ കുടുംബത്തിന്റെ കാര്യങ്ങൾ എല്ലാം കൃത്യമായി നടക്കും എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ട്. അതുണ്ടാവണം എന്നുള്ള ഒരു പ്രാർത്ഥനയോടുകൂടി പരിപാടികൾ ആരംഭിക്കുകയാണ്. ഒന്നുകൂടി ശ്രീമതി രാജലക്ഷ്മി അജയനെ ഞാൻ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇതിന്റെ അധ്യക്ഷയായിട്ടുള്ളത് ഈ ആശ്രമത്തിന്റെ വനിതാ സംഘാടക സമിതിയുടെ പ്രസിഡന്റ് ശ്രീമതി ഷീന മനോഹരനാണ്. ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇതിന് ഇന്ന് നമ്മുടെ ഈ മഹാഗുരുപൂജയും സത്സംഗവും നടത്തുന്നത് ശ്രീ ചന്ദ്രസേനനും കുടുംബാംഗവുമാണ്. നിങ്ങൾക്കെല്ലാം പരിചയമുള്ള വ്യക്തിയാണ്. ശാർക്കര ഗുരുക്ഷേത്ര സമിതിയുടെ ട്രഷററാണ് അദ്ദേഹം. നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഒരു പ്രവർത്തകൻ എന്നുള്ള നിലയിൽ നമ്മോടൊപ്പം ഇന്നലെ നമ്മൾ രാജലക്ഷ്മി മാഡത്തിന്റെ നേതൃത്വത്തിൽ തന്നെ ഒരു ഗുരുപുഷ്പാഞ്ജലിക്ക് എല്ലാ മാസവും 1-ാം തീയതി ഒരു ഗുരുപുഷ്പാഞ്ജലിക്ക് അവിടെ തുടക്കം കുറിച്ചിട്ടുണ്ട്. ആദ്യ ദിനം തന്നെ അത് വളരെ ഭക്തിപരമായി നടന്നു. കുറച്ച് അസൗകര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന് ഗുരുക്ഷേത്രത്തിന്റെ സെക്രട്ടറി എന്ന നിലയിൽ ഞാൻ രാജലക്ഷ്മി മാഡത്തിനോട് ക്ഷമ ചോദിക്കുകയാണ്. അത് എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ള ഒരു കൃത്യമായ ഒരു അറിവ് നമുക്കില്ലാത്തത് കൊണ്ട് നമുക്കത് വളരെ നല്ല രീതിയിൽ ചിട്ടപ്പെടുത്തി നടത്താൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും അടുത്ത മാസം 1-ാം തീയതി മുതൽ നടക്കുമ്പോൾ അതിനു വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഒരുപക്ഷെ രാജലക്ഷ്മി മാഡം വിചാരിക്കും SNDP യൂണിയൻ നേതൃത്വം നൽകുന്ന ഒരു ഗുരുമന്ദിരം, അതുപോലെ തന്നെ ഈ ആശ്രമം, അവിടെ അതിന്റെ ചിട്ടവട്ടങ്ങളും അതിന്റെ സൗകര്യങ്ങളും ഒക്കെ ഒരുക്കാൻ ഒരു യൂണിയന് കഴിഞ്ഞില്ല എന്നുള്ളത് തന്നെ അതൊരു പരാജയമാണ്. പക്ഷെ നമുക്ക് അതിന്റെ എന്താണ് ഇത് നടക്കുന്നു എന്നുള്ള ഒരു ബോധം ഇല്ലാത്തത് കൊണ്ട് ഇന്നലെ അത് നമുക്ക് അവർക്ക് ഇപ്പോ
അത് കഴിഞ്ഞിട്ട് അവർക്കൊരു ചെറുതായിട്ട് അവർക്കൊരു ചായ സൽക്കാരം, ഇതെല്ലാം നമ്മൾ അവിടെ ചെയ്യുന്നതാണ്. പക്ഷെ അതൊന്നും നടത്താൻ കഴിഞ്ഞില്ല. വരുന്ന മാസങ്ങളിൽ, വരുന്ന മാസം 1-ാം തീയതി മുതൽ നടക്കുന്ന പരിപാടികളിൽ യൂണിയന്റെ സജീവമായ ഇടപെടൽ ഉണ്ടാവും. എല്ലാ കാര്യങ്ങളിലും അത് സമയബന്ധിതമായി തന്നെ അത് നടത്തും എന്ന് നമ്മൾ ഉറപ്പു നൽകുകയാണ്. അതുപോലെ തന്നെ ഇവിടെ ചതയ ദിനനാളിൽ നടത്തുന്ന ഗുരുപുഷ്പാഞ്ജലി അതും നല്ലതുപോലെ തന്നെ നടത്തുവാനുള്ള എല്ലാ ഒരുക്കങ്ങളും യൂണിയന്റെ ഭാഗത്തു നിന്നുണ്ടാകും. അതുപോലെ തന്നെ വളരെ ശക്തമായ ഒരു വനിതാ ഭക്തജന സമിതിയാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അവരും കൂടി ചേർന്ന് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി ചേർന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇപ്പൊ നമുക്കറിയാം ലഹരിയുടെ പിടിയിലാണ് നമ്മുടെ പുതിയ തലമുറ. അപ്പോ അവരെ കൂടിയൊക്കെ ഈ പരിപാടികളിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് നമുക്ക് നല്ലൊരു പുതിയ തലമുറയെ വാർക്കുന്നതോടൊപ്പം ഗുരുവിന്റെ വളരെ പരമപ്രധാനമായ, വളരെ വിശ്വവിഖ്യാതമായ സന്ദേശങ്ങൾ നമുക്ക് നമ്മുടെ പുതുതലമുറയിലേക്കും അതുപോലെ തന്നെ ജനങ്ങളിലേക്കും ലോകമാകമാനം നമുക്കത് മുഴുകി കേൾക്കേണ്ടത് അതിന്റെ പ്രചാരകർ എന്നുള്ള നിലയിൽ, അതിന്റെ പ്രധാന പ്രവർത്തകർ എന്നുള്ള നിലയിൽ നമ്മളിൽ ബാധ്യസ്ഥമാണ്. അപ്പോൾ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നിങ്ങളുടെ എല്ലാം ഒരു മനസ്സും കർമ്മവും ഉണ്ടാകണം എന്ന് മാത്രമാണ് ഞാൻ അപേക്ഷിക്കുന്നത്. നമ്മുടെ ഈ ഇന്നത്തെ ഈ മഹാഗുരുപൂജയിൽ അന്നദാനവും സമർപ്പിക്കുന്ന ശ്രീ ചന്ദ്രസേനൻ അവരെ, അദ്ദേഹത്തിന്റെ സഹോദരനെ ആദരപൂർവ്വം ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ഗുരുസന്ദേശ സംഗമം പ്രഭാംബുരം സൽപജയിലുതുരന്നുമെല്ലവേ ശിശുപരമ്യപദപീഠഭൂമിനിൽ ഉൾപ്പതിച്ചിരുമീരത്തനെ സേനയാർന്ന മണിഭൂഷണത്തിലും തൂമനോജമലമാല തന്നിലും ഹേമവിഗ്രഹരീജിതേടുമി കോമളപ്രഭ വിളങ്ങണേ വിഭോ മാറ്റി നിന്നുകരസം മറച്ചത് പോറ്റി പുൽക്കരികു തൂമരേഖകൾ